സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം 212 പോയിന്റുമായി കോഴിക്കോടാണ് മുന്നിൽ. ആദ്യ ദിനം സംഗീത പ്രേമികൾക്ക് നവ്യാനുഭവം സമ്മാനിച്ച് കലോത്സവ നഗരിയിൽ ഗസൽ മഴ. കേൾവിക്കാരെ പിടിച്ചിരുത്തുന്ന ഗസലിടങ്ങൾ കലോത്സവ വേദിയിലെ ജനപ്രിയ ഇനമായി മാറുകയാണ്. കോഴിക്കോട് സ്വദേശിനി ദേവനന്ദയുടെയും പാലക്കാട് സ്വദേശി ശ്രീഭുവന്റെയും ഗസലിടങ്ങളിലേക്ക്. शुक्रिया मेरे कातिल ए मसीहा मेरे, शुक्रिया मेरे कातिल ए मसीहा मेरे, शुक्रिया ए मेरे कातिल. പ്രണയവും വിരഹവും ശാന്തതയും ഇടകലർന്ന ശുദ്ധ സംഗീത വിസ്മയമാണ് ഓരോ ഗസൽ രാവുകളും. महफिल में बार बार किसी पर नजर गई, महफिल मब नजर मबनी बमरसा महफिल मरसा महफिल. ശ്രുതി മാധുര്യമുള്ള ഗാനാലാപന ശൈലിയിലൂടെ ശ്രോതാവിനെ പിടിച്ചിരുത്താൻ കഴിയുന്ന സംഗീത വിരുന്നാണ് ഓരോ ഗസൽ സന്ധ്യകളും. ഗസൽ എന്ന് പറയുമ്പോൾ ഹിന്ദുസ്ഥാനി സംഗീത മേഖലയിലെ ഒരു ലളിതഗാന ശാഖയാണ്. കൂടുതലും എല്ലാവർക്കും ഈ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്തെന്നാൽ ഈ ഒരു ഗസൽ എന്ന ഈ ഒരു മേഖലയിൽ തന്നെ കുറേ ഇമോഷൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നു. അതിൽ കൂടുതലായിട്ടും ഗസലുകൾ റൊമാൻറ്റിക് ആയിട്ടുള്ള മൂഡിനെയാണ് റെപ്രസെന്റ് ചെയ്യാറ് അല്ലെ. ബാക്കിയുള്ള ഗസലുകൾ എനിക്ക് തോന്നുന്നു സാഡ് ആയിട്ടുള്ള ഒരു ഇമോഷനെ ആണെങ്കിലും അത് പ്രണയത്താലുള്ള വിഷമം അങ്ങനെയാണ് കൂടുതലും ഗസല് ഉണ്ടാവാറ്. അതെ അതെ, നമ്മൾ ഈ ഒരു മധുര വിരഹം എന്നൊക്കെ പറയില്ലേ, അതുപോലത്തെ ഒരു കോൺസെപ്റ്റിനെയാണ് ഇവിടെ നമ്മൾ കാണിക്കാനായിട്ട് ഉറുദു ഗസലുകൾ ഉദ്ദേശിക്കുന്ന മെയിനായിട്ടും. ഉറുദു സാഹിത്യ ശാഖയിലെ ഏറ്റവും ജനപ്രിയ പദ്യവിഭാഗമാണ് ഗസൽ. ഒരു കാലത്ത് മലബാറിൽ മാത്രം കണ്ടുവന്നിരുന്ന ഗസൽ സന്ധ്യകൾ ഇന്ന് കലോത്സവ വേദിയിലൂടെ കൂടുതൽ ജനപ്രിയമാവുകയാണ്. മുഹമ്മദ് അർഷാഖിനൊപ്പം ഷഹദ് റഹ്മാൻ, 24 കൊല്ലം. പതിറ്റാണ്ടുകൾക്ക് മുൻപ് പിതാവ് രചനയും സംഗീതവും നിർവഹിച്ച് ശിഷ്യൻ ആലപിച്ച പാട്ടിന് വർഷങ്ങൾക്കിപ്പുറം മകനിലൂടെ 1ാം സമ്മാനം. ആലപ്പുഴ സ്വദേശി അശ്വിൻ പ്രകാശാണ് ലളിതഗാനത്തിൽ പിതാവിന്റെ പാട്ടുപാടി എ ഗ്രേഡ് നേടിയത്. അജീഷ് ജയകുമാർ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. വർഷങ്ങൾക്ക് മുമ്പ് അച്ഛൻ എഴുതി സംഗീതം നൽകിയ ഒരു പാട്ട്, അന്ന് അദ്ദേഹത്തിൻ്റെ ശിഷ്യന് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ആ പാട്ടിന് സമ്മാനം കിട്ടി. ഇന്ന് അതേ പാട്ട് അദ്ദേഹത്തിൻ്റെ മകനും പാടി എ ഗ്രേഡ് നേടിയിരിക്കുകയാണ്. നമ്മളിപ്പോൾ അവരുടെ കൂടെയാണുള്ളത്. ആലപ്പുഴ സ്വദേശികളായ അശ്വിൻ പ്രകാശിൻ്റെ അച്ഛൻ വെൺമണി പ്രകാശ്. നമസ്കാരം. അപ്പം ഈ ഒരു പാട്ടിൻ്റെ പിന്നിലുള്ളൊരു കഥ എന്താണ്? ഈ ഗാനം ഞാൻ 1999-2000 ഞാൻ ആകാശവാണി മ്യൂസിക് ഡയറക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാനൊരിക്കൽ ആകാശവാണിയിൽ നിന്ന് വർക്ക് കഴിഞ്ഞ് തിരിച്ചു വരുന്ന വഴിക്ക് ട്രെയിനിൽ ഞാനും ഏതാനും ആൾക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്നേരത്ത് മൂഡിൽ എഴുതി ചെങ്ങന്നൂർ വന്നപ്പോഴേക്കും അതിൻ്റെ സംഗീതവും ചെയ്ത് കഴിഞ്ഞു. ആ ഗാനമാണ് ഈ സ്റ്റേറ്റിൽ ഈ എ ഗ്രേഡ് കിട്ടിയത്. അതുപോലെ തന്നെ സ്റ്റേറ്റിൽ എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യന് 1ാം സ്ഥാനം കിട്ടുകയുണ്ടായി. ഈ ഗാനം പാടി പലരും ഫസ്റ്റ് മേടിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്ന് പലർക്കും അറിയില്ല ഈ ഗാനത്തിൻ്റെ സൃഷ്ടാവ് ഞാനാണെന്ന് അറിയില്ല. പിന്നെ ഇന്ന് എൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ ഡോക്ടർ പി ബിബിൻ ഇന്ന് നമ്മോടൊപ്പം ഇല്ല. 3 വർഷം മുൻപ് ഒരു കാർ ആക്സിഡൻറ്റിൽ, ഇടുക്കിയിലെ ഡോക്ടറായിരുന്നു, ഒരു കാർ ആക്സിഡൻറ്റിൽ അദ്ദേഹം മരണപ്പെടുകയുണ്ടായി. അത് വലിയൊരു വേദനയാണ്. പക്ഷേ അദ്ദേഹത്തിനുള്ള ബിബിന് ഉള്ളൊരു ട്രിബ്യൂട്ടാണ് എൻ്റെ മോൻ്റെ ഈ എ ഗ്രേഡ് എന്നുള്ളത്. വളരെ സന്തോഷമുള്ള കാര്യമാണ്. അച്ഛനാണോ സംഗീതം ചെറുപ്പം മുതലേ പഠിപ്പിച്ചത്? അതെ അതെ, അച്ഛൻ തന്നെയാണ്. നമുക്ക് ആ പാട്ട് ഒന്ന് പാടി തുടങ്ങാം അല്ലേ? ഓക്കെ. എൻ്റെ സാനുവിൽ സാന്ത്വനം തേടും സന്ധ്യാമേഘങ്ങളെ
എൻ്റെ സാനുവിൽ സാന്ത്വനം തേടും സന്ധ്യാമേഘങ്ങളെ, ചൈത്രരഥങ്ങളിൽ ആറാട്ടിനെത്തുന്ന സ്വർണമരാളങ്ങളെ, എൻ്റെ മാനസക്ഷേത്രത്തിൽ വിരുന്നു വരാറുള്ള ലാവണ്യദേവിയെ കണ്ടോ, അവളുടെ മധുവൂറും മൃദുമന്ത്രം കേട്ടോ. ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്? MTH അസസ്മെൻറ്റ്. അപ്പോൾ അച്ഛൻ ഈ കഥകളൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ടോ? ആ ഉണ്ട്, നേരത്തെ. അത് മനസ്സിൽ ഉൾക്കൊണ്ടാണോ ഇത് പാടിയത്? അതെ. അപ്പം അച്ഛൻ്റെയും മകൻ്റെയും സംഗീതവും മൂവരും ഒരേപോലെ മനോഹരമാണ്. കലോത്സവ വേദിയിൽ നിന്നും അരുണ സാർക്കൊപ്പം അജീഷ് ജയകുമാർ, 24. വേദികളിൽ നർത്തകികൾ ചുവട് വയ്ക്കുമ്പോൾ ആ ചുവടിന് ജീവൻ നൽകുന്നത് ചിലങ്കകളാണ്. കാലിന്റെ ചെറിയൊരു ചുവട് മാറ്റത്തെ പോലും അടയാളപ്പെടുത്തുന്ന ചിലങ്ക നർത്തകരുടെ ജീവതാളം കൂടിയാണ്. കലയുടെ നാദമാണ് ചിലങ്ക, നർത്തകിയുടെ ഹൃദയവും. കാലുകളിൽ ചിലങ്കയണിയുന്ന നിമിഷം മുതൽ നർത്തകി വെക്കുന്ന ഓരോ ചുവടിനും ചിലങ്ക താളം നൽകും. വേദിയിൽ നിറഞ്ഞാടാൻ നർത്തകിക്ക് ചിലങ്കയുടെ കൊഞ്ചലുകൾ പിന്നണിയിൽ ഉണ്ടായേ മതിയാവും. നർത്തകിയുടെ മുഖത്ത് മിന്നിമറയുന്ന ഭാവവ്യത്യാസങ്ങൾ ചിലങ്കയുടെ കൊഞ്ചലുകളെ സ്വാധീനിക്കില്ല. പക്ഷേ വേദിയിൽ നർത്തകി ചുവടുകൾ പൂർത്തിയാക്കുന്നതുവരെ കണങ്കാലിലെ ചിലങ്ക ശബ്ദിച്ചുകൊണ്ടേയിരിക്കും. ചിലങ്ക കെട്ടുമ്പോഴും അഴിക്കുമ്പോഴും നർത്തകി ശിരസാൽ നമിക്കും. ഗുരുവിന്റെ സ്ഥാനമാണ് ചിലങ്കയ്ക്കും നർത്തകി നൽകുന്നത്. ക്യാമറാമാൻ രാജ്കിരണിനൊപ്പം അരുൺ രാജ്, 24 കൊല്ലം. രാമായണത്തിലെ ലവകുശന്മാരായി കഥകളി വേദിയിലെത്തിയത് യഥാർത്ഥ സഹോദരിമാർ തന്നെ. ഗുരുവായൂരിൽ നിന്നെത്തിയ ഇരട്ടകളായ ഗൗരിയുടെയും ഗംഗയുടെയും വിശേഷങ്ങളിലേക്ക് കീർത്തന കേശവൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. നമ്മളിപ്പോൾ നിൽക്കുന്നത് കഥകളി ചമയ റൂമിലാണ്. എന്തായാലും ഈ കഥകളി പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഈ കഥ അറിയില്ലെങ്കിലും ആട്ടം കാണാൻ ഒരു രസമാണെന്ന്. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെയുള്ള ആളുകൾക്ക് അതിലേക്കും കുറച്ച് രസമുണ്ട്. ഇവർ ഇരട്ടകളാണ് ഇപ്രാവശ്യം നമുക്കൊപ്പമുള്ളത് കഥകളി അവതരിപ്പിക്കുന്നത്. നമ്മൾ സാധാരണയായിട്ട് പറയും ഇരട്ടകളെ കണ്ടാൽ തന്നെ തിരിച്ചറിയാൻ സാധിക്കില്ലെന്ന്. അപ്പോൾ കഥകളിയും കൂടി ആയാലും ഫുൾ മേക്കപ്പിലായിട്ട് രണ്ടുപേരും ഒരുപോലെ ഇരിക്കും. അപ്പോൾ അവരുടെ കുറച്ച് വിശേഷങ്ങളാണ് ഇനി നമ്മൾ ചോദിച്ചറിയാൻ പോകുന്നത്. അപ്പോൾ ട്വിൻസ് ആണല്ലേ നിങ്ങൾ? എന്താ പേരെന്താ? ഗംഗ. ഗൗരി. ഗൗരി. അപ്പോൾ എങ്ങനെയാണ് ഈ ട്വിൻസ് നിങ്ങൾ ഈ ഒരു ഫീൽഡിലെത്തിയത്, രണ്ടുപേരും ഒരുമിച്ച് ഒരു കഥകളി പഠിക്കാനായിട്ട്? ഞങ്ങൾ ചെറുപ്പം മുതൽ ഡാൻസ് പഠിക്കുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ കഥകളിയും പഠിച്ചത്. അപ്പോൾ വീട്ടിലാരെങ്കിലും കഥകളി ചെയ്യുന്നവരുണ്ടോ? ചേട്ടൻ ചെയ്യും കഥകളി. അപ്പം ചെയ്യും. അപ്പോൾ വേറൊരു കാര്യം കൂടെ എനിക്ക് പറയാനുള്ളത്, ഇവർ ഗുരുവായൂരിൽ നിന്നുള്ളവരാണ്. എൻ്റെ നാടാണ്, ഞാൻ നാട്ടിലുള്ള ഒരാളാണ്. അപ്പോൾ ആ ഒരു സന്തോഷം കൂടി ഉണ്ട്. നമ്മളിവിടെ കൊല്ലത്ത് വരുമ്പോൾ നമ്മുടെ നാട്ടുകാരെ കൂടെ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം കൂടി ഉണ്ട്. ഇപ്പോൾ ഒരു ആശാന്മാരുണ്ട്, 2 ആശാന്മാരുണ്ട്. എങ്ങനെയാണ് ഇവരെ പഠിപ്പിക്കുന്നത്? ഞാൻ പറയും എന്തായാലും ഇവർ രണ്ടുപേരും ഇരട്ടകളാണ്, ഒരുപോലെയല്ലേ ഇവരെ കാണാൻ. അപ്പോൾ ഈ പഠിപ്പിക്കുന്നതിലും ബാക്കി കാര്യങ്ങളിലൊക്കെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് എന്നുള്ള രസകരമായ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ? ഇവരെ ഇരട്ടകളാണ്. അപ്പോൾ നമ്മൾ ഇവർക്ക് യോജിപ്പിച്ചൊരു കഥയാണ് ലവകുശന്മാരെന്നുള്ളൊരു ഭാഗം. അതിനുവേണ്ടി നമ്മൾ സെലക്ട് ചെയ്തതാണ്. അപ്പോൾ അവർ ജില്ലയിലും സബ് ജില്ലയിലൊക്കെ വളരെ ഭംഗിയായി കളിച്ചു. ഇനി ഞങ്ങൾ സ്റ്റേറ്റിലും ഒരു പടി താഴാണ്ട് ഇനി മുന്നോട്ട് തന്നെ കളിച്ച് മുന്നേറാനാണ് ഞങ്ങളുടെ തീരുമാനം. ലവകുശന്മാരാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ നേരത്തെ എൻ്റെ അടുത്ത് സംസാരിച്ച് പറഞ്ഞു ഒരാളും കൂടെ ഉണ്ട്, കുശലവന്മാരെന്നും കൂടെ പറഞ്ഞു. അപ്പോൾ ഞാൻ തിരിച്ച് ചോദിച്ചായിരുന്നു എന്ത് ഈ കുശലവന്മാരെന്ന് പറയുന്നത്, അതെന്താ സംഭവം? നമ്മൾ പഠിച്ചിരിക്കുന്നതൊക്കെ ലവകുശന്മാർ. പക്ഷേ കഥകളിയിൽ അത് കുശനാണ് മൂത്ത ആൾ, രണ്ടാമത്തെ ആളാണ് ലവനായിട്ടാണ് നമ്മൾ കഥകളി പഠിച്ചു വരുന്നത്.
അതുപോലെ തന്നെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. അതെ, ഇവർക്ക് പറ്റിയ 2 കഥാപാത്രങ്ങളായി. ഒപ്പം നേരത്തെ എൻ്റെ അടുത്ത് തോന്നുന്നു സീതയും കൂടി ഉണ്ടെന്ന്. സീത ഇതിലുണ്ടോ? ആ, സീത എവിടെയുണ്ട്? സീതയുടെ മേക്കപ്പ് തുടങ്ങുന്നേ ഉള്ളൂ. തുടങ്ങുന്നല്ലോ. ഓക്കെ, അപ്പോൾ എന്ത് തോന്നുന്നു? 3 പേരും കൂടെ ഒരു കഥകളി അവതരിപ്പിക്കാൻ പോവുകയാണ് ഇനിയിപ്പോൾ. എക്സൈറ്റഡ് ആണ്. പിന്നെ ജില്ലയിൽ കളിച്ചിട്ട് നന്നായി കളിക്കണം എന്നൊക്കെ ഉണ്ട്. ഗുരുവായൂർ തന്നെയാണോ നാട്? ആ, ഗുരുവായൂർ. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ച് വ്യത്യസ്തമാണല്ലോ. മക്കളെ ട്വിൻസാണ്, ട്വിൻ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നു. അപ്പോൾ അതിലെന്ത് പറയുന്നു? സന്തോഷം തോന്നുന്നു? വളരെയധികം സന്തോഷം തോന്നുന്നുണ്ട്. അപ്പോൾ അധികം ആരും ഇങ്ങനെ വരാത്തൊരു ഫീൽഡാണല്ലോ. ഐ മീൻ, ഇപ്പോൾ ഡാൻസ്, പാട്ട്, നാടകം എന്ന് പറയുന്ന പോലെയല്ലോ കഥകളി. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്, ഒരുപാട് ചിട്ടകളുണ്ട്, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങളുണ്ട്. മക്കളെ ഈ ഒരു ഫീൽഡിലേക്ക് ഇതിൽ എല്ലാ പ്രോത്സാഹനവും നൽകിയിട്ടാണ്. എന്നൊക്കെ കൂടുതൽ ഒപ്പം ഉള്ളത് അമ്മയാണ്. ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ഇവിടെ വന്നിട്ട്. അമ്മയ്ക്ക് എന്താ പറയാനത്? സന്തോഷം. ആ സ്റ്റേറ്റിലൂടെ ഇതുവരെ എത്തിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. ഗുരുവായൂരപ്പൻ്റെ അനുഗ്രഹം. അതെ. കഥകളി ചമയവേദിയിൽ നിന്നും ക്യാമറമാൻ അരുൺ SRനൊപ്പം കീർത്തന കേശവൻ, 24. മറ്റു വാർത്തകളിലേക്കാണ് ഇനി. സംസ്ഥാനത്ത് അടുത്ത 5 ദിവസം ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 2 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. ഇടുക്കി, പാലക്കാട് ജില്ലകളിലാണ് അലർട്ടുള്ളത്. അറബിക്കടലിൽ രൂപം കൊണ്ട ന്യൂനമർദ്ദത്തിന്റെ സ്വാധീന ഫലമായി തെക്കൻ ജില്ലകളിൽ മഴ കനക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. നിലവിൽ കേരള തീരത്ത് മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടില്ല. ഉത്തരേന്ത്യയിൽ അതിശൈത്യം തുടരുന്നു. ഡൽഹിയിൽ അന്തരീക്ഷ താപനില 7 ഡിഗ്രി സെൽഷ്യസിൽ താഴെയാണ്. മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ഹരിയാന എന്നിവിടങ്ങളിൽ അടുത്ത 3 ദിവസം വരെ ശൈത്യതരംഗം തുടരും. പുകമഞ്ഞ് ശക്തമായതോടെ കാഴ്ചപരിധി 50 മീറ്ററിൽ താഴെയായി. ദൃശ്യപരിധി കുറഞ്ഞത് വിമാന സർവീസുകളെ സാരമായി ബാധിച്ചിട്ടുണ്ട്. ഡൽഹിയിൽ 2 ദിവസത്തിനു ശേഷം വായു മലിനീകരണം വീണ്ടും രൂക്ഷമായി. എയർ ക്വാളിറ്റി ഇൻഡെക്സ് 400-ന് മുകളിലാണ് രേഖപ്പെടുത്തിയത്. ഇറാനിലെ ഇരട്ട സ്ഫോടനങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് IS. ടെലഗ്രാമിലൂടെയാണ് ISന്റെ പ്രസ്താവനയെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് വ്യക്തമാക്കി. ആക്രമണത്തെ UN രക്ഷാസമിതി അപലപിച്ചു. US ആക്രമണത്തിൽ കൊല്ലപ്പെട്ട ഇറാൻ സൈനിക കമാൻഡർ ഖാസിം സുലൈമാനിയുടെ 4ാം ചരമവാർഷിക ചടങ്ങിനിടെയായിരുന്നു ആക്രമണം. സ്ഫോടനത്തിൽ 103 പേർ കൊല്ലപ്പെട്ടു, 284 പേർക്ക് പരുക്കേറ്റു. ഖാസിം സുലൈമാനിയുടെ സ്മാരകത്തിന് സമീപം റിമോട്ട് ഉപയോഗിച്ചായിരുന്നു സ്ഫോടനം നടത്തിയത്. ആക്രമണം ആസൂത്രണം ചെയ്ത ആരെയും വെറുതെ വിടില്ലെന്ന് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പ്രതികരിച്ചു. തിരുവനന്തപുരം തിരുവല്ലത്ത് യുവതി ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രതികളെ പിടികൂടാത്തതിൽ പ്രതിഷേധവുമായി യുവതിയുടെ കുടുംബം. സെക്രട്ടേറിയറ്റിന് മുന്നിൽ യുവതിയുടെ കുടുംബം നിരാഹാരമിരിക്കും. പ്രതികളെ പിടിക്കുന്നതിൽ പോലീസിന് വീഴ്ച പറ്റിയെന്നും യുവതിയുടെ കുടുംബം ആരോപിച്ചു. നാളെ ഒരു ചടങ്ങുണ്ട്. ആ ചടങ്ങ് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ മുഖ്യമന്ത്രിയെയും കമ്മീഷൻ ഓഫീസർക്കും ഞങ്ങൾ പരാതി കൊടുക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അത് കഴിഞ്ഞ ഉടനെ ഞങ്ങൾ സെക്രട്ടേറിയറ്റ് പടിക്കൽ കുടുംബക്കാരെല്ലാവരും കൂടെ ചേർന്ന് ഞങ്ങൾ നിരാഹാരത്തിന് വേണ്ടി, കുടുംബക്കാരും ഞങ്ങൾ ബന്ധുക്കളെല്ലാവരും കൂടെ ചേർന്ന്, നാട്ടുകാരും കൂടെ ചേർന്ന് ഞങ്ങൾ നിരാഹാരത്തിന് വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് ഞങ്ങളുടെ കുഞ്ഞിനൊരു നീതി എന്ന് പറയുന്നത് കിട്ടുന്നില്ലല്ലോ. ഈ ഇതിനേക്കാളും വലിയ വലിയ കേസുകൾ എത്ര നിസ്സാരമായിട്ടാണ് അവർ പിടിച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഇത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയില്ല. പോലീസുമായിട്ട് അവർക്ക് നല്ല പിടിപാടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ കേരള കോൺഗ്രസ് എമ്മിന്റെ സംസ്ഥാന സമിതി യോഗം ഇന്ന് കോട്ടയത്ത് ചേരും. സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ 11 മണിക്ക് നടക്കുന്ന യോഗത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും. നവകേരള സദസ്സിൽ തോമസ് ചാഴിക്കാടൻ MPയെ മുഖ്യമന്ത്രി ശകാരിച്ചതിലും മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവനയിലും നേതാക്കളുടെ ഭാഗത്തുനിന്ന് വിമർശനമുണ്ടായേക്കും. ഈ വിഷയങ്ങളിൽ സ്വീകരിക്കേണ്ട നിലപാടുകളും ചർച്ചയാകും. ഗവർണറുമായി ഇടഞ്ഞു നിൽക്കുന്ന സർക്കാരിന് കടുത്ത വെല്ലുവിളിയാണ് നയപ്രഖ്യാപന പ്രസംഗം. ഈ മാസം അവസാനം ഗവർണറുടെ പ്രസംഗത്തോടെ വേണം നിയമസഭാ സമ്മേളനം തുടങ്ങാൻ. എന്നാൽ നിലവിലെ സർക്കാർ ഗവർണർ പോര് അതത്ര എളുപ്പമാക്കില്ല. പുതുവർഷത്തിലെ ആദ്യ നിയമസഭാ സമ്മേളനം ചേരേണ്ടത് ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തോടെയാകണം. സർക്കാരിന്റെ നയമാണ് ഗവർണർ അവതരിപ്പിക്കേണ്ടത്. നേരത്തെ പലതവണ നയപ്രഖ്യാപന പ്രസംഗം ആയുധമാക്കി സർക്കാരിനെ ആരിഫ് മുഹമ്മദ് ഖാൻ മുൾമുനയിൽ നിർത്തിയിരുന്നു. ഒരു തവണ കേന്ദ്രത്തിനെതിരെയുള്ള വിമർശനം വായിക്കില്ലെന്ന നിലപാടെടുത്തു. മുഖ്യമന്ത്രി ഇടപെട്ടതോടെ നിലപാട് മാറ്റി. മറ്റൊരിക്കൽ നയപ്രഖ്യാപന പ്രസംഗത്തിന്റെ തലേന്ന് രാത്രി വരെ പ്രസംഗത്തിന് അനുമതി നൽകാതെ പിടിച്ചുവെച്ച് സർക്കാരിനെ ആശങ്കയിലാക്കി. പിന്നീട് താൻ സർക്കാരിനയച്ച കത്ത് പുറത്തുവിട്ട ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തില്ലെങ്കിൽ നയപ്രഖ്യാപന പ്രസംഗത്തിന് സഭയിലെത്തില്ല എന്ന് ശാഠ്യം പിടിച്ചു. അന്നൊക്കെ മുഖ്യമന്ത്രി ഇടപെടുമ്പോൾ പ്രശ്നപരിഹാരത്തിന് ഗവർണർ തയ്യാറായിരുന്നു. എന്നാൽ ഇന്ന് സ്ഥിതി അതല്ല. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ കണ്ടാൽ പോലും മുഖം തിരിക്കുന്ന അവസ്ഥ. സർക്കാരിന്റെ നയം സഭയിൽ അവതരിപ്പിക്കേണ്ടത് ഗവർണറുടെ ഭരണഘടനാപരമായ ബാധ്യതയാണ്. എന്നാൽ ബന്ധം ഇത്രയധികം വഷളായ സാഹചര്യത്തിൽ അതിന് ഗവർണർ അത്ര എളുപ്പം വഴങ്ങുമോ എന്ന് കണ്ടറിയണം. ഈ മാസം 25-ന് നയപ്രഖ്യാപന പ്രസംഗത്തോടെ സമ്മേളനം തുടങ്ങാനാണ് സർക്കാർ ആലോചന. ഗവർണർ പ്രഖ്യാപന പ്രസംഗം അവതരിപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ
നിയമവഴി മാത്രമാകും സർക്കാരിന്റെ മുന്നിലുള്ള പോംവഴി. 24 തിരുവനന്തപുരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കേരള സന്ദർശനത്തിൽ രാഷ്ട്രീയ ഏറ്റുമുട്ടൽ തുടരുന്നു. മോദി കേരളത്തെ അപകീർത്തിപ്പെടുത്തുന്നുവെന്ന് CPIM വിമർശനം. മോദിയുടെ വരവ് തൃശൂരിൽ BJPക്ക് നേട്ടമുണ്ടാക്കില്ലെന്ന് CPIM വിലയിരുത്തൽ. അതേസമയം ഇപ്പോൾ നടക്കുന്നത് CPIM BJP കൂട്ടുകെട്ടാണെന്ന ആരോപണമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. ഇടത് വലത് മുന്നണികൾ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിലേക്ക് കടക്കും മുൻപ് പ്രധാനമന്ത്രിയെ കളത്തിലിറക്കിയുള്ള രാഷ്ട്രീയ നേട്ടമാണ് BJP ലക്ഷ്യമിടുന്നത്. ശബരിമലയിൽ തീർത്ഥാടകരുടെ പ്രവാഹം തുടരുകയാണ്. ഇന്നലെ മാത്രം 90,000-ത്തിലധികം ഭക്തർ 18-ാം പടി ചവിട്ടി. ഒരാഴ്ചയായി തുടരുന്ന അരവണ വിതരണത്തിലെ പ്രതിസന്ധിക്ക് ഇനിയും പരിഹാരമായിട്ടില്ല. പുതിയതായി 2 കമ്പനികൾക്ക് കരാർ നൽകിയെങ്കിലും ആവശ്യത്തിന് ടിന്നുകൾ എത്തിക്കാൻ ഇതുവരെ കഴിയാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. നിലവിൽ 2 ടിന്നിന് അരവണ മാത്രമാണ് ഒരാൾക്ക് നൽകുന്നത്. പ്രതിസന്ധി പരിഹരിക്കാനുള്ള ശ്രമം ദേവസ്വം ബോർഡ് നടത്തുന്നുണ്ട്. ബാങ്കിന്റെ വാതിൽ കാണാത്തവർക്ക് പോലും ജപ്തി നോട്ടീസ് അയച്ച അങ്കമാലി അർബൻ സഹകരണ ബാങ്ക്. വാഹനാപകടത്തിൽ പരുക്കേറ്റ് അരയ്ക്ക് താഴെ തളർന്നയാൾക്കും ക്യാൻസർ രോഗിക്കുമാണ് 25 ലക്ഷം രൂപ അടയ്ക്കണമെന്ന് കാട്ടി നോട്ടീസ് അയച്ചത്. രേഖകളില്ലാതെ കോടിക്കണക്കിന് രൂപ ഇഷ്ടക്കാർക്ക് വായ്പ കൊടുത്തതാണ് ബാങ്കിനെ പ്രതിസന്ധിയിലാക്കിയത്. കോൺഗ്രസ് ഭരണസമിതി നേതൃത്വം നൽകുന്ന അങ്കമാലി അർബൻ ബാങ്കിൽ നിന്ന് 25 ലക്ഷം രൂപ തിരികെ അടയ്ക്കണമെന്നാവശ്യപ്പെട്ട് ഒരു ഇടപാടും നടത്താത്ത ആൾക്ക് ലഭിച്ച നോട്ടീസിന്റെ പകർപ്പാണിത്. ഇങ്ങനെ 300-ലധികം പേർക്കാണ് ബാങ്കിൽ നിന്ന് ജപ്തി നോട്ടീസ് പോയിരിക്കുന്നത്. തങ്ങളുടെ പേരുപയോഗിച്ച് വ്യാജ ഒപ്പും മറ്റു രേഖകളും തയ്യാറാക്കിയാണ് ബാങ്കിൽ നിന്ന് ആരൊക്കെയോ ലോൺ എടുത്തിരിക്കുന്നതെന്നാണ് നോട്ടീസ് ലഭിച്ചിരിക്കുന്നവർ പറയുന്നത്. ഞാൻ ഏകദേശം ഒരു 20 വർഷമായി. എനിക്ക് ഒരു ബൈക്ക് ആക്സിഡൻ്റ് ആയിട്ട് സ്പൈൻ ഇഞ്ചുറി ആയിരുന്നു. ഞാൻ തളർന്ന് കിടക്കുന്ന ഒരാളാണ്. എൻ്റെ വീട്ടിലേക്കിപ്പോൾ എനിക്ക് അങ്കമാലി അർബൻ സഹകരണ സംഘത്തിൽ നിന്നും ഒരു നോട്ടീസ് വന്നിരിക്കുന്നു. ഒരു 25 ലക്ഷം രൂപ നിങ്ങൾ വായ്പ എടുത്തിട്ടുണ്ട്, അത് തിരിച്ചടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട്. അതിൻ്റെ പിന്നാലെ എൻ്റെ അപ്പന്, അമ്മയ്ക്ക്, വൈഫിന്, എൻ്റെ അപ്പച്ചൻ്റെ അനിയന്, എൻ്റെ വീട്ടിൽ മൊത്തം 5 ആൾക്കാർക്ക് 1.25 കോടി രൂപ തിരിച്ചടയ്ക്കാം, 25 ലക്ഷം വെച്ച് തിരിച്ചടയ്ക്കാൻ പറഞ്ഞു കഴിഞ്ഞുകൊണ്ട് നോട്ടീസ് വന്നേക്കുന്നു. എൻ്റെ പേരിലൊരു 25 ലക്ഷം ലോൺ വന്നിട്ടുണ്ട്. അത് എവിടെ നിന്നാണ് വന്നത് എന്താണെന്ന് എനിക്കറിയില്ല. അർബൻ ബാങ്കിൽ നിന്നാണ് വന്നേക്കണത്. അത് എന്തിനു വന്നേക്കണോ എങ്ങനെയാണെന്നുള്ളത് ഞാൻ അർബൻ ബാങ്കിൽ പോയിട്ടില്ല. എനിക്കൊട്ട് അറിയാനും പാടില്ല. അർബൻ ബാങ്ക് എവിടെയാണെന്ന് പോലും എനിക്കറിയില്ല. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിയ പരിശോധനയിലും നടന്നത് വൻ തട്ടിപ്പാണെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഒരു സർവീസ് സഹകരണ ബാങ്കിന് ആകെ നിക്ഷേപത്തിന്റെ 70% മാത്രം ലോൺ കൊടുക്കാൻ അവകാശമുള്ളപ്പോഴാണ് അങ്കമാലിയിലെ ബാങ്ക് 90%-ലധികം ലോൺ കൊടുത്തിരിക്കുന്നത്. 102 കോടി രൂപയാണ് ബാങ്കിന് ഇതുവരെ തിരിച്ചു കിട്ടാനുള്ളത്. അങ്കമാലി ബാങ്കിന്റെ ഭരണസമിതിയിലുള്ളവരും കോടിക്കണക്കിന് രൂപ ഈടുവയ്ക്കാതെ വായ്പയെടുത്തതായും കണ്ടെത്തിയിട്ടുണ്ട്. ഉദ്യോഗസ്ഥരുടെയും ഭരണസമിതിയുടെ നേതൃത്വത്തിൽ നടന്ന തട്ടിപ്പിൽ സാധാരണക്കാരുടെ പേര് പോലും ഉപയോഗിച്ചിരിക്കുന്നത് അന്വേഷിക്കണമെന്നും തട്ടിപ്പുകാരെ ജയിലിലടയ്ക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. കരിവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് മാതൃകയിൽ തന്നെയാണ് അങ്കമാലിയിലെ അർബൻ സഹകരണ ബാങ്കിലും തട്ടിപ്പ് നടന്നിരിക്കുന്നത്. 100 കോടി രൂപയിലേറെയാണ് തട്ടിപ്പിലൂടെ പുറത്തുപോയിരിക്കുന്നത്. ബാങ്കിന്റെ പടി പോലും കാണാത്ത ക്യാൻസർ രോഗികൾക്കും കിടപ്പ് രോഗികൾക്കും പോലും ഇക്കാരണത്താൽ ജപ്തി നോട്ടീസുകൾ വന്നുകൊണ്ടേയിരിക്കുന്നു. തട്ടിപ്പ് നടത്തിയവരും തട്ടിപ്പ് പണം സമ്പാദിച്ചവരുമെല്ലാം സുരക്ഷിതരായി പുറത്തു നടക്കുന്നു. ക്യാമറമാൻ മുഹമ്മദിനൊപ്പം എസ് ശ്യാംകുമാർ, 24 കൊച്ചി. കേരള സംസ്ഥാന കർഷക തൊഴിലാളി യൂണിയന്റെ മുഖമാസികയായ കർഷക തൊഴിലാളി ഏർപ്പെടുത്തുന്ന കേരള പുരസ്കാരം മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് സമ്മാനിക്കും. 1 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് പുരസ്കാരം. MA ബേബി ചെയർമാനും പ്രൊഫസർ PK മൈക്കിൾ തരകൻ, NE സുധീർ എന്നിവർ അംഗങ്ങളുമായ ജൂറിയാണ് VS അച്യുതാനന്ദനെ പുരസ്കാരത്തിനായി തെരഞ്ഞെടുത്തത്. വൈകിട്ട് 5 മണിക്ക് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടക്കുന്ന ചടങ്ങിൽ കർഷക തൊഴിലാളി യൂണിയന്റെ കേരള സാഹിത്യ പുരസ്കാരവും മുഖ്യമന്ത്രി വിതരണം ചെയ്യും. പശ്ചിമബംഗാളിൽ ഇന്ത്യ സഖ്യത്തിൽ പ്രതിസന്ധി രൂക്ഷം. 6 സീറ്റുകൾ വേണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുകയാണ് കോൺഗ്രസ്. 2-ൽ കൂടുതൽ സീറ്റ് നൽകാനാകില്ല എന്നാണ് തൃണമൂലിന്റെ നിലപാട്. കേന്ദ്ര ഏജൻസികളുടെ നീക്കങ്ങൾക്കെതിരെ സംയുക്ത പ്രതിഷേധം നടത്താനുള്ള തീരുമാനത്തിലും മുന്നണിയിൽ സമവായമായില്ല. വിവരങ്ങളുമായി രാധാകൃഷ്ണൻ ചേരുന്നു. രാധാകൃഷ്ണൻ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉടലെടുത്തത്? ഇരുവിഭാഗങ്ങളും തങ്ങളുടെ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസങ്ങളിൽ തൃണമൂൽ കോൺഗ്രസ് വ്യക്തമാക്കിയിരിക്കുന്നത് 42 സീറ്റുകളിൽ 2 മത്സരിക്കാനായിട്ടുള്ള സാഹചര്യം കോൺഗ്രസിന് നൽകാം എന്നുള്ളതാണ്. കാരണം പാർട്ടിയുടെ പശ്ചിമ ബംഗാളിലെ സ്വാധീന ശക്തി വിലയിരുത്തിയതിനു ശേഷമാണ് ഈ ഒരു തീരുമാനത്തിലെത്തിയെന്നാണ് തൃണമൂൽ കോൺഗ്രസ് പറഞ്ഞത്. ഇതിനോട് ഇന്നലെ രൂക്ഷമായിട്ടുള്ള ഭാഷയിലാണ് കോൺഗ്രസിന്റെ ലോക്സഭയിലെ കക്ഷി നേതാവ് കൂടിയായിട്ടുള്ള ആദിർ രഞ്ജൻ ചൗധരി പ്രതികരിച്ചത്.
അദ്ദേഹം പറഞ്ഞത് മമതയുടെ കാരുണ്യത്തിലല്ല പശ്ചിമ ബംഗാളിൽ കോൺഗ്രസ് എന്നുള്ളതാണ്. മമത ഇന്ത്യ സഖ്യത്തിന്റെ അവിഭാജ്യ ഘടകമൊന്നുമല്ല എന്നുവരെ അദ്ദേഹം പറഞ്ഞു. ഇതോടെ ഈ ഇന്ത്യ മുന്നണിയിലെ പ്രതിസന്ധി പശ്ചിമ ബംഗാളിൽ രൂക്ഷമായിരിക്കുകയാണ്. തൃണമൂൽ കോൺഗ്രസും വളരെ ശക്തമായിട്ടുള്ള ഭാഷയിലാണ് കോൺഗ്രസിന് മറുപടി നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ഇപ്പോൾ പറയുന്നത് 6 സീറ്റിൽ കുറഞ്ഞ് ഒരു നിർദ്ദേശവും തങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നുള്ളതാണ്. തൃണമൂൽ കോൺഗ്രസ് ഇതിനോട് ഒരു തരത്തിലും അംഗീകരിക്കുന്ന ഒരു നിലപാടും സ്വീകരിച്ചിട്ടില്ല. CPM-ഉം തൃണമൂൽ കോൺഗ്രസിന്റെ കൂടി ചേർത്ത് ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി മത്സരിക്കുമ്പോൾ സീറ്റ് വിഭജനവുമായി ബന്ധപ്പെട്ട് വലിയ ആക്ഷേപമാണ് ഉയർത്തിയിട്ടുള്ളത്. ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യ മുന്നണിയിൽ പശ്ചിമ ബംഗാളിൽ എങ്ങനെ സഖ്യരൂപീകരണം യാഥാർത്ഥ്യമാക്കും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ സംശയങ്ങൾ നിലനിൽക്കുന്നു. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP അവിടെ 18 സീറ്റുകൾ നേടിയിരുന്നു. ഇത്തവണയും ഈ സീറ്റുകൾ നിലനിർത്താനോ അഥവാ ഇതിലുപരി സീറ്റുകളിലേക്ക് ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങളോ BJP അവിടെ നടത്തി വരികയാണ്. നിലവിൽ ഇന്ത്യ മുന്നണിയിലെ ഈ പ്രതിസന്ധി അത് വലിയ രീതിയിൽ ആശ്വാസമാവുക BJP-ക്കാണ്. ഇത് തൃണമൂൽ കോൺഗ്രസ് ചൂണ്ടിക്കാട്ടുകയും ചെയ്യുന്നത്. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്നും. തിരുവനന്തപുരം വെള്ളനാട് ഉറിയക്കോട് 1 വയസ്സുള്ള കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊലപ്പെടുത്തിയ സംഭവത്തിൽ വിശദമായ അന്വേഷണം നടത്താൻ പോലീസ് സംഘം. കുട്ടിയെ കൊലപ്പെടുത്തിയതിന് പിന്നിൽ കുടുംബ പ്രശ്നങ്ങളാണെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. നിലവിൽ കുട്ടിയെ കൊലപ്പെടുത്തിയ മാതൃസഹോദരി വിളപ്പിൽശാല പോലീസിന്റെ കസ്റ്റഡിയിലാണുള്ളത്. സംഭവം നടന്ന വീടും പരിസരവും വിശദമായി പരിശോധിക്കുമെന്നും തെളിവെടുപ്പ് നടത്താനുമാണ് പോലീസിന്റെ നീക്കം. കുമരകം പൊങ്ങലക്കരിക്കാരയുടെ വർഷങ്ങളായുള്ള യാത്രാക്ലേശത്തിന് പരിഹാരമാകുന്നു. 4 ഭാഗവും വെള്ളത്താൽ ചുറ്റപ്പെട്ട പ്രദേശത്തേക്കുള്ള പാലത്തിന്റെ നിർമ്മാണം ആരംഭിച്ചു. 10 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല പൊങ്ങലക്കരിക്കാരുടെ ദുരിതം. 4 പാടും വെള്ളത്താൽ ചുറ്റപ്പെട്ട നാട്ടിലേക്ക് ഒരു പാലം വേണമെന്ന ആവശ്യം വർഷങ്ങളായി ഇവർ ഉന്നയിക്കുന്നുണ്ട്. ജീവൻ പണയം വെച്ചായിരുന്നു താൽക്കാലികമായി ഉണ്ടാക്കിയ പാലത്തിലൂടെ നാട്ടുകാർ മറുകര കടന്നിരുന്നത്. ഇവരുടെ ദുരിതം മനസ്സിലാക്കിയ സ്ഥലം MLA-യും മന്ത്രിയുമായ VN വാസവനാണ് പാലത്തിന് വേണ്ട നടപടികൾ നീക്കിയത്. കണ്ടില്ല, 3 കോടി രൂപയുടെ ഒരു പ്രോജക്റ്റാണ്. അപ്രോച്ച് റോഡിന് വേറെ അല്പം കൂടി പണം വേണ്ടി വരും. ഇപ്പോൾ വർഷങ്ങളായി ഈ പ്രദേശത്തെ പാവങ്ങൾക്ക് ആ ദ്വീപിലേക്ക് പോകാൻ വേറെ മാർഗ്ഗമില്ല, ഈ നടപ്പാത മാത്രമാണ്. ഇപ്പോൾ അവരുടെ ദ്വീപസമൂഹത്തിലേക്ക് വാഹനങ്ങൾ ഓടിച്ചു പോകാൻ കഴിയുന്നു. ആശുപത്രിയിലും മറ്റ് യാത്രയ്ക്കും എല്ലാം സൗകര്യം ഉണ്ടാകുന്നു. അവരുടെ ഒരു ചിരകാല സ്വപ്നം സാക്ഷാത്കരിക്കപ്പെടുന്നു. അതുകൊണ്ടാണ് ഇത്രയും സ്ട്രെയിൻ എടുത്തതിൻ്റെ പുറകെ നടന്ന് ഫിഷറീസിൻ്റെ ഫണ്ട് അനുവദിച്ച് പെട്ടെന്ന് കാര്യം നടക്കാൻ വേണ്ടി ഇപ്പോൾ പ്ലാൻ ചെയ്തത്. 3 കോടിയിൽ പരം രൂപ മുടക്കി പുതിയ പാലം നിർമ്മിക്കാനാണ് തീരുമാനം. ഫിഷറീസ് വകുപ്പാണ് നിർമ്മാണത്തിന് ആവശ്യമായ തുക അനുവദിച്ചത്. 10 മാസം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് തീരുമാനം. അപ്രോച്ച് റോഡും വശങ്ങളിൽ നടപ്പാതയും നിർമ്മിക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. 24 കോട്ടയം. ഇന്ത്യയിൽ ദേശീയ സൈബർ ക്രൈം ഹെൽപ്പ് ലൈനിൽ ലഭിക്കുന്ന പരാതികളിൽ 50% ഉത്ഭവിക്കുന്നത് ചൈനയിലും കംബോഡിയയിലും മ്യാൻമറിലുമെന്ന കണക്കുകൾ. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയമാണ് വിവരങ്ങൾ പുറത്തുവിട്ടത്. രാജ്യത്ത് ശരാശരി 5000-ഓളം സൈബർ കുറ്റകൃത്യങ്ങളാണ് പ്രതിദിനം റിപ്പോർട്ട് ചെയ്യുന്നത്. 2021 ഏപ്രിൽ 1 മുതൽ 2023 ഡിസംബർ 31 വരെ സൈബർ കുറ്റകൃത്യങ്ങളിൽപ്പെട്ട് പരാതിക്കാർക്ക് നഷ്ടപ്പെട്ടത് 10,319 കോടി രൂപയാണ്. ഇതിൽ 100 കോടി രൂപ മാത്രമേ പരാതിക്കാർക്ക് മടക്കി നൽകാൻ കഴിഞ്ഞിട്ടുള്ളൂ. 2019-ൽ 26,049 സൈബർ കുറ്റകൃത്യ പരാതികളാണ് രാജ്യത്ത് രജിസ്റ്റർ ചെയ്തതെങ്കിൽ 15 ലക്ഷത്തിലധികം പരാതികളാണ് 2023-ൽ രജിസ്റ്റർ ചെയ്തത്. കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 31 ലക്ഷം സൈബർ കുറ്റകൃത്യ പരാതികളാണ് കിട്ടിയത്. ഇതിൽ 66,000 കേസുകളിൽ FIR ഫയൽ ചെയ്തു. ഈ പരാതികളിൽ 40 മുതൽ 50% വരെ ഉത്ഭവിക്കുന്നത് വിദേശ രാജ്യങ്ങളിലാണെന്നാണ് വിവരം. ചൈനയിലും കംബോഡിയയിലും മ്യാൻമറിലുമൊക്കെയുള്ള സംഘങ്ങളാണ് ചില ആപ്പുകളിലൂടെ ഈ റാക്കറ്റ് പ്രവർത്തിപ്പിക്കുന്നതെന്നാണ് ഇന്ത്യൻ സൈബർ ക്രൈം കോർഡിനേഷൻ സെന്റർ പറയുന്നത്. റിസർച്ച് ഡെസ്ക് 24. കായിക വാർത്തകൾ നോക്കാം. ആലപ്പുഴ ആദ്യമായി വേദിയാകുന്ന രഞ്ജി ട്രോഫി ക്രിക്കറ്റ് മത്സരം ഇന്നു മുതൽ SD കോളേജ് ഗ്രൗണ്ടിൽ നടക്കും. കേരളവും ഉത്തർപ്രദേശും തമ്മിൽ 4 ദിവസമാണ് മത്സരം. കേരളത്തെ സഞ്ജു സാംസണാണ് നയിക്കുക. ബേസിൽ തമ്പി, ശ്രേയസ് ഗോപാൽ, രോഹൻ കുന്നുമൽ തുടങ്ങിയ താരങ്ങളുമായാണ് കേരളം ഇറങ്ങുന്നത്. ഇന്ത്യൻ ക്രിക്കറ്റിലെ പുതിയ സെൻസേഷനായ റിങ്കു സിംഗും പരിചയസമ്പന്നനായ കുൽദീപ് യാദവും ഉൾപ്പെടുന്ന നിരയാണ് ഉത്തർപ്രദേശിന്റേത്. അഫ്ഗാനിസ്ഥാനെതിരായ 2020 പരമ്പരയ്ക്കുള്ള ടീം പ്രഖ്യാപിക്കാനിരിക്കെ സഞ്ജു കളിക്കുമോ എന്ന കാര്യത്തിൽ അവ്യക്തത തുടരുകയാണ്. സഞ്ജു ഇല്ലെങ്കിൽ രോഹൻ കുന്നുമലാകും കേരളത്തെ നയിക്കുക.
പ്രഭാത വാർത്തകൾ പൂർണ്ണമാവുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.